ഏകദേശം ഭയങ്കര പീക്കിലാണ്. ഞാൻ കാണിച്ചുതരാം, ബാക്കിലത്തെ കാണിച്ചുതരാം എന്നാണ് സിറ്റുവേഷൻ. ഫുള്ള് കോടയാണ്. വൈകുന്നേരം ഭയങ്കര ഇങ്ങനെ കോട നിറഞ്ഞിച്ച് വരെയാണ്. ബാക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് പോകുന്ന ഒരു മഹാരാഷ്ട്രയിലെ ഏറ്റവും പീക്ക് പോയിന്റായ കൽസുബായിലേക്കാണ് ഇന്നത്തെ ഒരു യാത്ര. മഹാരാഷ്ട്രത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു പോയിന്റ് ആണ്. ഏകദേശം 1700 മീറ്റർ മുകളിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ലൊക്കേഷനിൽ എത്തിപ്പെടണമെങ്കിൽ മുംബൈയിൽ നിന്ന് എവിടുന്നായാലും കസാറ പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെയ്യാൻ വേണ്ടി ലോക്കൽ ട്രെയിൻ പിടിച്ചാൽ മതി. അങ്ങനെ ടാക്സി സ്റ്റാൻഡ് എത്തി. ഇതാണ് കസാറേൻ്റെ മെയിൻ ടാക്സി സ്റ്റാൻഡ് വരുന്നത്. റേറ്റും കാര്യങ്ങളും ഞാൻ ഇപ്പം പറഞ്ഞുതരാം. നമ്മൾ ഇനിയും പോകുന്നുണ്ട് ഉള്ളോട്ട്. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പം ഈ 4 സുഹൃത്തുക്കൾ എനിക്ക് കിട്ടിയതാണ്. ഞാൻ മലയാളത്തിൽ പോയി സംസാരിക്കുമ്പോൾ അവർ കോഴിക്കോടുകാരാണ്. ഫൈനലി റേറ്റ് എല്ലാം സെറ്റായി. പെർ പേഴ്സൺ 300 രൂപയാണ് അവർ നമ്മളോട് വാങ്ങിച്ചത്. മുകളിൽ കൊണ്ടാക്കണ്ടേ മാത്രം. കൽസുബായി ട്രക്കിങ്ങിലേക്കാണ് ഇനിയിലെ യാത്ര. റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞപാട് നമ്മളെ ഒരുമിച്ച് കുറേ മലയാളി ഫ്രണ്ട്സിനെ കിട്ടി. അൺഎക്സ്പെക്റ്റഡ് ആണ് എല്ലാം നടന്നത്. ഇവർ ടാക്സിയിലുണ്ടായി. പുറത്തത്തെ കാഴ്ചകൾ നമ്മളെ വയനാടത്തെ അതേ കാഴ്ചകളാണ്. ഫൈനലി നമ്മളെ സ്പോട്ട് എത്തി. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഉണ്ട് ഇവിടെ. നല്ല മഴയാണ്, ചെറുങ്ങനെ പാറുന്നുണ്ട് മഴ. റെയിൻകോട്ടെല്ലാം ബാഗിലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇടാം. ഫുള്ള് കോട നിറഞ്ഞില്ലേ. എന്താ നല്ല അടിപൊളി വാട്ടർഫോൾ ഉണ്ട്. ഭയങ്കര ഹൈറ്റിലാണ് ഈ സംഭവം ഇല്ലത്. ഏകദേശം 5000 ഫീറ്റ് മുകളിലാണ് വാട്ടർഫോൾ. ഇവിടുന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കുറേ ആൾക്കാരും അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വടി വിൽക്കുന്നുണ്ട്. വടി കുത്തി നടക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടെ എഴുതിനി ജയ മാതാ കൽസുബായി നിവാസിനി ദേവസ്ഥാൻ. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടുന്നാണ് നമ്മൾ വന്നത്. തായല് ഇവിടുന്നാണ് സ്റ്റാർട്ടിങ് ഏറ്റവും പോയിന്റ്. ഇവിടെ വെള്ളവും കാര്യങ്ങളെല്ലാം കിട്ടും. അതുപോലെ തന്നെ ഇവിടെ വടാപ്പാവ്, ചെറിയ സ്നാക്സ് ഐറ്റംസ് കിട്ടും. ടെൻറ്റും കാര്യങ്ങളും റെൻറ്റിന് ഇവിടെ കിട്ടും. വഴി ഞാൻ കാണിച്ചു തരാം. ഫുള്ള് കല്ലാണ്, കയറ്റാന്ന്, ഫുള്ള് കുന്നാന്ന്. നമ്മളെ മൂകാംബിക ടെമ്പിളിൽ പോകുമ്പോ ജീപ്പ് സവാരി ഉണ്ട്. അതേപോലെയാ സവർണിക പീഠം കാണാൻ പോന്നെ. ഗൈസ് കമന്റ് ചെയ്യുക ഇതേപോലെ ഒരു റോഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ. കുന്നു ഭയങ്കരാണ്, കയറ്റാന്ന്, വലിയ കല്ലാണ്. ചവിട്ടുമ്പം സ്ലിപ്പാവിന്ന്. കെയർ ചെയ്യണം വരുമ്പം. ഒരു കയ്യിൽ ഫോൺ, ഒരു കയ്യിൽ വെള്ളം. കുറച്ച് പ്രയാസമാണ്. ഞാൻ കാണിച്ചു തരാം. കുറച്ച് കട്ടായും കാണിച്ചു തരാം. ഫോൺ കുറച്ച് ഓഫ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ പോവും. ഇപ്പൊ തന്നെ ഏകദേശം കഴിയാത്ത അവസ്ഥയായി. മഴ പെയ്യുന്നുണ്ട്. കഴിയാത്ത പറഞ്ഞാൽ അങ്ങനെയല്ല, കാലെല്ലാം കടച്ചലെടുക്കലായി. ഞാൻ കാണിച്ചു തരാം. സ്റ്റെപ്പ് എത്തി. और कितना ऊपर है भाई? और भी ऊपर है? कितना? അതെ. ഇപ്പൊ ഏകദേശം 50% എത്തിയത്രേ. നമുക്ക് കാണാം. ഇതിങ്ങനെ സ്റ്റെപ്പ് തന്നിട്ടുണ്ട് ഇവിടെ. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. മഴക്കാലത്ത് സ്ലിപ്പ് ആവേണ്ട ചാൻസ് ഒരുപാടുണ്ട്. പരമാവധി കെയർ ചെയ്യുക. ഏകദേശം ഇപ്പൊ തന്നെ കഴിയുന്നില്ല. ഇപ്പൊ ഏകദേശം കയറാനുണ്ടെന്നാ പറയുന്നത്. നമ്മളെ ഒരു പാലക്കാട് ചങ്ങായി ഉണ്ട്. ചങ്ങായി പറഞ്ഞുതരും ഇനി എത്ര പോകാനുണ്ട്. നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആയ ഫ്രണ്ട്സ് എല്ലാം ഞെട്ടുന്ന്. എന്തുണ്ട് അവസ്ഥ? എന്തുണ്ട് അവസ്ഥ? എന്തുണ്ട്? അങ്ങനെ ഫൈനലി ഒരുപാട് സ്ട്രഗിളിന്റെ ശേഷം നമ്മൾ
ഏകദേശം 5 മിനിറ്റ് കൊണ്ട് സ്പോട്ടിലെത്തും. അതിൻ്റെ അടുക്ക് ഒരു മാഗി തിന്നാൻ വേണ്ടിച്ച് വെയിറ്റ് ചെയ്തിന്. വായനെല്ലാം കോട ഇങ്ങനെ വരുന്നു. ഏകദേശം ഭയങ്കര പീക്കിലാണ്. ഞാൻ കാണിച്ചു തരാം, ബാക്കിൽ കാണിച്ചു തരാം എന്നാണ് സിറ്റുവേഷൻ. ഫുള്ള് കോടയാണ്. വായനെല്ലാം ഭയങ്കര ഇങ്ങനെ കോട നിറഞ്ഞിച്ച് വരുന്നു. ബാക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇനിയും മുകളിലുണ്ട് കയറാൻ. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. മുന്നിലും ഫുള്ള് കോടയാണ്, ബാക്കിലും ഫുള്ള് കോടയാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 5000 ഫീറ്റ് മുകളിലെത്തി. കുറച്ച് ദൂരം ഉണ്ടാവും. ഭയങ്കര കതപ്പാണ്. ഏകദേശം 3-4 മണിക്കൂറായി. ഇപ്പം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നടക്കും. ഇപ്പം മാഗി കഴിക്കാൻ സൈഡ് കാണിച്ചു തരാൻ. അങ്ങനെ ഫൈനലി പീക്ക് പോയിന്റിലെത്തി. ഒച്ചെല്ലാം പോയി. നമുക്ക് കാണാം, എല്ലാരും ചിരിക്കുന്നു. ഒരു രക്ഷയില്ല, അങ്ങനത്തെ വ്യൂ ആയി പോയി. ഇപ്പം ഫോൺ ഇങ്ങനെ അനങ്ങുന്നത് അത്രക്ക് കാറ്റാണ്. ഇവിടെ ഒരു ലാസ്റ്റ് അമ്പലമുണ്ട്. ഭയങ്കര ഡേഞ്ചറാണ്, അത്രക്ക് കാറ്റുണ്ട്, ഭയങ്കര കാറ്റാണ്.